ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം പോസ്റ്റ് ഗെയിമിംഗ്. സോ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വില്ലേജിൽ കയറികൾക്ക് എത്തിയായിരുന്നു. സോ എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല. സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഇന്ന് നമ്മൾ മൈനിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ മൈൻ ചെയ്യാൻ പോയാലോ? സോ നമ്മുടെ വില്ലേജ് ആയിട്ട് തരാം. ഇതാണ് നമ്മുടെ വില്ലേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടിക്ക് തുടങ്ങാം. ഓക്കെ, പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ വില്ലേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വില്ലേജും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ തരാം. സോ ഇതാണ് നമ്മുടെ വില്ലേജ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വില്ലേജാണ്. ബട്ട് ഗൈസ്, വേറൊരു സവിശേഷതയുണ്ട്. കാരണം ഇതിൻ്റെ അപ്പുറം വേറെ വില്ലേജ് കൂടി ഉണ്ട് ഗൈസ്. അപ്പുറം മീൻസ് കുറച്ചങ്ങ് പോയാൽ മതി. അത് കാട്ടിത്തരാം കേട്ടോ. അത് നേരെ പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് നോക്കട്ടെ, ഇതാണോ ഇതൊക്കെ നോക്കാം. യെസ് യെസ്, ഇത് തന്നെ ഗൈസ്. ഈ വഴി നേരെ അങ്ങ് പോയാൽ മതി. ആദ്യമൊന്നും പോകണ്ട. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വില്ലേജ്. ഒയ് കണ്ടോ ഗൈസ്? കണ്ടോ എൻ്റെ വില്ലേജിൻ്റെ മണ്ട കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ വേഗം ഔട്ട് ഗൈസ്. വയറ്റിൽ നിന്ന് കൊമള വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കട്ടെ. ഇനി പോവാം. അപ്പോൾ നമ്മൾ ഗുഹയും കാര്യങ്ങളും ഉണ്ടാവും ഇവിടെ. കാടാം. ഇത് കുഞ്ഞു വില്ലേജാണ് ഗൈസ്. ഇത് നമ്മൾ ഈ വില്ലേജിനെ അപേക്ഷിച്ച് ഇത് ചെറുതാണ്. ഇത് ഗുഹ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഗുഹ. ഇത് ചെറുത്. വേറെ വലുത് ഞാൻ അവിടെ കണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇതാണ് ചെറിയ ഗുഹ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ വലുതിൽ ഇറങ്ങണം, ചെറുതിൽ ഇറങ്ങണം നോക്കാം. നമുക്ക് ഇപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. നമുക്ക് രാവിലെ കാണാം. ഓക്കെ, രാവിലെ ആയിരിക്കാൻ സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വലിയ ഗുഹയ്ക്ക് കാണാൻ പോവാം. ഇവിടെ കണ്ടോ ഒരു കിടിലും പുഴ ഗൈസ്. ഇവിടെ നിന്ന് ചൂണ്ടിട്ടൊക്കെ മീൻ പിടിക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ. നമുക്ക് വലിയ ഗുഹ കാണാം. അത് കണ്ടോ ദൂരെ ഒരു മലക്കൊരു തോട്ടല്ല ഓട്ട. അതാണ് വലിയ ഗുഹ എന്ന് തോന്നുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ് ഗൈസ്. ഇത് നമുക്ക് പിന്നെ ഇറങ്ങാം ഗൈസ്. ഇതിപ്പോൾ നമ്മൾ നോക്കണ്ട. നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. നമുക്ക് നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ പോകട്ടെ എന്നാ. ഇവിടെ എന്താ? ഞാൻ പോണു. നോക്കണ്ട ഞാൻ പോണു. അപ്പോൾ പഴയ സ്ഥലത്തേക്ക് തന്നെ പോകണം. കാരണം നമ്മുടെ കയ്യിൽ ടൂൾസൊന്നും ഇല്ല ഗൈസ്. നമുക്ക് മൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടൂൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പിക്കാക്സ് മാക്സിൻ്റെ ഉണ്ട്. പക്ഷേ അത് പോരാ. നമുക്ക് ടോർച്ചും കാര്യങ്ങളൊക്കെ വേണമല്ലോ. സുഖരിട്ടല്ലേ ഗുഹ ഗൈസ്. ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. കാരണം വഴി കാണുന്നില്ല എവിടെ. ഇതല്ലല്ലോ. ഈ വീട്ടിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്. നമുക്ക് ഇപ്പുറത്തേക്കൂടെ തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബട്ട് നമ്മുടെ കയ്യിൽ ഗൈസ് ഒരു ആർമർ ഉണ്ടായി. ഒരു ഗോൾഡിൻ്റെ ആർമർ ഉണ്ടായി. ഇത് നമുക്ക് ഇന്നലെ മറ്റേ പോർട്ടലിൻ്റെ അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാവില്ലേ, അവിടുന്ന് കിട്ടിയതാണ്. ആർമറും പിന്നെ ഒരു ആക്സും പിന്നെ ഒരു കുത്തണൊരു സാധനം. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിപ്പോൾ നോക്കട്ടെ, പിന്നെ നോക്കാം. നമുക്ക് ഇവിടെ ചെസ്റ്റ് ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? ഫുഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നാൽ സ്റ്റേ ആക്കിയാലോ ഗൈസ്. ഇത് നല്ലൊരു അത്യാവശ്യം 2 കെട്ടിലൊക്കെ ഉള്ളൊരു വീട്. നമുക്കിവിടെ എന്താ ചെയ്യുക? നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം. ക്രാഫ്റ്റിൻ്റെ ഇവിടെ വെക്കട്ടെ. ഒരു ആക്സ് വേണം. പിന്നൊരു പിക്കാച്ചും വേണം ഗൈസ്. ഓക്കെ, നമുക്ക് തുടങ്ങാമല്ലേ പണി? ബട്ട് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചാവൊന്നും അറിയില്ല കേട്ടോ. ഇനി എന്താ വേണ്ടേ? അത് പറ്റൂല. ലെതർ പറ്റൂല. ചാവൊന്നും എനിക്ക് അറിയില്ല ഗൈസ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാണ്? നമുക്ക് നോക്കാം ഗൈസ്. ഇറങ്ങി നോക്കണം. ഗൈസ് ഞാനേ ടോർച്ച് എടുക്കാൻ മറന്നു. ഞാൻ തിരിച്ചു പോയിട്ട് ഒന്നുകൂടി പോകണം ഗൈസ്. വീണ്ടും അമ്മ ഇരിക്കണം. വേണ്ട ഇപ്പം ഇവർ നോക്കോട്ടെ തന്നെ. കണ്ടോ? നമുക്ക് നമ്മുടെ പണി തുടങ്ങാം ഗൈസ്. വേഗം ഇറങ്ങട്ടെ ഗൈസ്. നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ചെറിയ ബാറ്റിൽ പെട്ടായിരുന്നു. അത് തീയില്ല. നമുക്കെന്തായാലും പരിപാടിക്ക് പോവാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ബട്ട് നമുക്കിവിടെ ഒരു രാത്രിയായോ? ചെറിയ സംശയം. അപ്പുറത്തേക്ക് പോയി നോക്കിയാലോ? ഇവിടെ നമ്മുടെ 8 കാലിയുണ്ട്. അവിടെ കുറച്ച് വലുതാണ്. അവിടെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തട്ടട്ടെ ആദ്യം. അവിടെ ഇന്നറ കളിക്കണ നീ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ.
ഗൈസ് മിക്കവാറും ഞാൻ ചാവും തോന്നുന്നുണ്ട്, കാരണം നമ്മുടെ കയ്യിൽ ഷീൽഡ് ഇല്ലട്ടാ, അതാണ് പ്രശ്നം ഗൈസ്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ കളിയിലൊരു അയം കിട്ടിയായിരുന്നു, പക്ഷെ അത് എവിടെ പോയി? അത് കൊച്ചുകൊണ്ട് തന്നെ എന്താ മോനൂസേ? ഗൈസ് നമ്മൾ ചത്ത് ഗൈസ്. കൊച്ചുകൊണ്ട എന്നെ കൊന്ന്, എന്ത് ചെയ്യാനാണ്, പാവല്ലേ ഇപ്പോൾ കൊണ്ടുവന്ന് വിചാരിച്ചപ്പോൾ അത് എന്നെ കൊന്ന് ഗൈസ്. നമുക്ക് തിരിച്ചു പോയി സാധനം എടുക്കണം, ബട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് പോവാം. ഇതെങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ എത്തി. മൈനിങ് കാറുകളിൽ നിന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, സീനില്ല, നമ്മൾ നടത്തും. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു അയൺ കണ്ടായിരുന്നു, ഇത് അവിടെ ഒരു തിളങ്ങണുണ്ടോ, അവിടെ ഒരു അയനുണ്ട് ഗൈസ്, നമുക്കത് പോയി എടുക്കാം. ഓക്കെ, അയൺ നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ തന്നെയാണ്, നമ്മൾ മറ്റേ വലിയ സ്ഥലത്തേക്ക് തന്നെ വന്നത്. അയണങ്ങ് പൊട്ടിച്ചിട്ട് കേട്ടാ. ഇവിടെ ഒരു ബാറ്റിൽ ഉണ്ടായി ഗൈസ്, സോ അത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഒന്ന് അയണും 3 അത്യാവശ്യം അയണുകാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർന്ന് ഓക്കെ, നേരെ ഇവിടെ നിന്ന് വിടാം. അയ്യോ കണ്ണൊന്നും കാണില്ലല്ലോ, ഉണ്ടാകാം. നേരെ വിടാട്ടെ ഇവിടെ നിന്ന്, കാരണം കഴിച്ച് നമുക്ക് ഷീൽഡും കാര്യങ്ങളൊക്കെ പോയി ഉണ്ടാക്കണം. കാരണം ഷീൽഡൊന്നും ഇല്ല നമ്മുടെ നേരെ, കാരണം ഷീൽഡ് വേണം, ഷീൽഡ് ഉണ്ടെങ്കിലേ നമ്മൾ അതിന് പോവാവൂ എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഷീൽഡൊന്നുമില്ല, വെറുതെ പിക്കാക്സും മാക്സിന് വെറുതെ പിക്കാക്സ് ആയിട്ടാണ് ഞാൻ വന്നത്, എന്നിട്ട് 2 പ്രാവശ്യം ചാവുകയും ചെയ്ത്. അതാണ് നമ്മൾ ഷീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പം നമുക്ക് ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി മൈനിങ്ങിന് ഞാൻ മഞ്ഞുള്ളൂ ഗൈസ്. വേഗം ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി ഓടട്ടെ. ഇപ്പോൾ ഒരു സമാധാനം. ഇത്ര നേരം ഗുഹക്കകത്ത് കിടന്ന് പോരാടുകയായിരുന്നു ഞാൻ. നേരെ നമുക്ക് പോയി നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. നമ്മളിത് എങ്ങോട്ടാണ് പോകണേന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടാവും. സോ നമ്മൾ പോണത് നമ്മുടെ പഴയ വില്ലേജിലേക്കാണ്, പക്ഷേ വഴി മാറിയതാണ്, പേടിക്കണ്ട, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇത് എവിടെ ചെന്നാലും ഇവന്മാർ ഇവിടെ ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ ഇത് 2 പേര് തമ്മിൽ ഇങ്ങനെ നിൽപ്പുണ്ടാവും. സോ സീനില്ല, നമുക്ക് വീടൊക്കെ പണ്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയാൻ പറ്റിയിട്ട് നമുക്ക് ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് കുറച്ച് മരം വേണം, മരം വെട്ടിയിട്ടുണ്ടായി വന്യ വഴി ഗൈസ്. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡ് എടുക്കുന്നത് നമുക്ക് അത്രയും കട്ട വെട്ടിയപ്പോൾ നമുക്ക് 7 അയനുണ്ട്. 7 അയനിപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാൻ പറ്റിയിട്ട് 7 അയൻ എടുത്തിട്ടുള്ളൂ. സിന്നിയും ഉണ്ടോ അവിടെ, ഇനി ഒരു 12 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒക്കെ ഒരു പിക്കാക്സ് ഉണ്ട്, മരമൊക്കെ എടുത്ത് കളയാം. ഒരു ആക്സും വേണം. ഓക്കെ, പിന്നെ നമുക്കൊരു ആർമറും കൂടി ഉണ്ടാക്കണം. അത് ബാക്കി അയൺ ഇതായിട്ട് ഉണ്ടാക്കാം, ബാക്കി അയൺ മെൽറ്റായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ആർമറും ഷീൽഡൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് കണ്ടോ. സോ കുറച്ചുകൂടി സാധനം ഉണ്ടാക്കണം. നമുക്ക് ഇത്തിരി അയൺ കിട്ടിയുള്ളൂ, നമ്മൾ വലുതായിട്ട് മൈനിങ് ചെയ്തില്ല, നമുക്ക് ഇനി വലുതായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി മൈനിങ്ങിന് പോകണില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല ഗൈസ്. അത് നമ്മൾ മൈനിങ്ങിനൊക്കെ പോയെങ്കിലും കുറച്ച് അതുക്ക് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്യണം. സോ ഇപ്പം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം അങ്ങ് വെട്ടി ക്ലീൻ ആക്കുകയാണ് ഗൈസ്. ഇവിടെ നിറച്ച് പുല്ലായിരുന്നു, ഇപ്പോൾ അതൊക്കെ വെട്ടി പുല്ലൊക്കെ വെട്ടി ഒന്ന് സൂപ്പറാക്കി എടുക്കണം ഗൈസ് വില്ലേജ്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് മരവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു മരവും വെട്ടിയായിരുന്നു, കുറച്ച് മരത്തിൻ്റെ തൈ കിട്ടി ഗൈസ്. അത് എവിടെ കൊണ്ടേ ഇടണം, എവിടെ കൊണ്ടേ നടണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഈ മരമല്ല ഗൈസ്, വേറൊരു മരം വെട്ടിയായിരുന്നു, ആ മരം വെട്ടി. എന്നാലും നമുക്ക് ഇവിടെ ഒരു ബോർഡർ പോലെ അങ്ങ് ആക്കിയാലോ സെറ്റപ്പ്. ഇവിടെ ഒന്ന് ഇരിക്കട്ടെ, പിന്നെ കുറച്ച് നീങ്ങിയിട്ട് ഇവിടെയും അങ്ങ് ഇരിക്കട്ടെ. ഇവിടെ ഇരുന്നോ, അവിടെ ഇരിക്കണം, അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇവിടെ ഓക്കെ. ഇനി ഇത് വളരട്ടെ ഗൈസ്. ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ ഇതുവരെ കണ്ടവരൊക്കെ സൂപ്പറാണ്, നിങ്ങൾ സൂപ്പറാണ്. ഈ അവസാനത്തെ ഭാഗം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ആളാണ്. സോ നിങ്ങൾ വെറും വിഷയമാണ്. അപ്പോൾ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ അയംകുളം ഒരു ടാറ്റ കൊടുക്കൂ. ഓക്കെ, ബൈ ഗൈസ്.